ഹായ്, എന്താ കഥ? സുഖം തന്നെ. സുഖം എന്നൊക്കെ പറയും, നമുക്കറിയാം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എടാ എനിക്കുണ്ടടാ പ്രശ്നങ്ങൾ. എല്ലാം ശരിയാവും, ഓക്കെയാവും. ഓ, ഇതൊക്കെ നമ്മൾ കുറേ കേട്ടതാ. ഇനി എത്ര നാൾ കേൾക്കേണ്ടി വരുമെന്ന് ഒരു മാറ്റവും ഇല്ലെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അത് സത്യമാണ്. പ്രശ്നങ്ങൾ മാറും. ഇപ്പം ഞാൻ പറയുവാണ്, പ്രശ്നമില്ലാത്ത ഒരാളെ കാണിച്ചു തരാൻ പറയാം. നിങ്ങൾ ആരെ എനിക്ക് കാണിച്ചു തരും? അംബാനിയെ കാണിച്ചു തരൂ, ഐശ്വര്യ റായി കാണിച്ചു തരൂ, അത് ഇലോൺ മസ്കിനെ കാണിച്ചു തരൂ, ആൻഡ്രൂ ടേറ്റ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവർ പ്രശ്നങ്ങളില്ല, ഇവർ ഹാപ്പിയാണെന്ന് പറയാൻ കാരണം? പൈസ ഉള്ളതുകൊണ്ടോ സൗന്ദര്യം ഉള്ളതുകൊണ്ടോ? നമുക്ക് എങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റുക? ഒരാൾക്ക് സൗന്ദര്യമുണ്ട്, പൈസ ഉണ്ട്, ഇതുണ്ട്, മറ്റേ ഉണ്ട്, വലിയ വീടുണ്ട്, മാൻഷനുണ്ട്, കൊട്ടാരമുണ്ട്, ഇതുണ്ട്, മറ്റേ ഉണ്ട്, മറിച്ചുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരാളെ വിലയിരുത്തുന്നത്? പുറമേന്ന് കാണുമ്പം എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക? ഓക്കെ, അയാൾക്ക് പ്രശ്നമില്ല. നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരിക്കലും ഒരാളെ പറയരുത്. പ്രശ്നങ്ങളില്ലാത്ത ആൾ ഭയങ്കര കുറവാണ്, ചുരുക്കം ചില ആളുകളേ ഉള്ളൂ. പിന്നെ കലിയുഗമാണ്, വിധി എല്ലാവരുടെ മേത്തും വന്ന് പതിക്കും. നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നെഞ്ചും വിരിച്ച് അതിന് ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ചിലർക്കൊക്കെ ഈസി ആയിരിക്കും, ചിലർക്കൊക്കെ പാടായിരിക്കും. ചിലർക്ക് അത് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവർക്ക് തോന്നും. അങ്ങനെയാണ് കുറേ പേര് സൂയിസൈഡ് ചെയ്യുന്നത്. പക്ഷെ ഡെയർ, ഐ ആം ടെല്ലിങ് യു, ഡോണ്ട് ഡു ദാറ്റ്. കാരണം നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തത് ഒരിക്കലും ദൈവം നിങ്ങൾക്ക് തരൂല. ഇവനെ കൊണ്ട് എന്തൊക്കെ താങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയാം എന്ന് ദൈവത്തിൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്. അങ്ങനെയുള്ളതേ നിങ്ങൾക്ക് തരൂ. നിങ്ങൾക്ക് കടത്തിൻ്റെ മേൽ കടമാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്കത് വീട്ടാനുള്ള കഴിവുണ്ടെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ദൈവം നിങ്ങൾക്ക് അങ്ങനെ തന്നത്. മനസ്സിലായോ? സോ സർക്കംസ്റ്റാൻസസ് നെവർ ഹാപ്പൻ ഫോർ നോ റീസൺ. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ജീവിതം പഠിക്കൂ. അല്ലാതെ നമ്മൾ CBSE അല്ലെങ്കിൽ വല്ല സ്കൂളിൽ ഇപ്പോൾ പഠിക്കുന്നതാണെങ്കിൽ ഓക്കെ, ദിസ് ഇസ് ഹൗ ടു ലേൺ ലൈഫ് എന്നും പറഞ്ഞ് ആരും സ്പൂൺ ഫീഡ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ സ്വയം ഇരുത്തി പഠിക്കണം. അത് നിങ്ങളെന്നല്ല, ഏത് കഷ്ടപ്പെട്ട് വന്ന മനുഷ്യനാണെങ്കിലും അവ സ്വയം പഠിക്കുന്നൊരു കാര്യമാണ് ജീവിതം. അതുകൊണ്ട് എൻ്റെ മക്കൾ, ഇത് കാണുന്നവരാരായാലും തളരരുത്. ഐ നോ ഇറ്റ്സ് ഹാർഡ്, പക്ഷേ നമ്മൾ തുടങ്ങിയത് നമ്മൾ ഫിനിഷ് ചെയ്യണം. യു പ്രോമിസ് മീ? ഐ മീൻ, പ്രോമിസ് ഒന്നും ചെയ്യണ്ട, പ്രൂവ് ചെയ്താൽ മതി. ടാറ്റ.